കോട്ടപ്പുറം രൂപത ചരിത്ര പ്രസിദ്ധമായ സമ്പാളൂർ തീർത്ഥാടന കേന്ദ്രത്തിൽ വിശുദ്ധന്റെ തിരുനാൾ ഭക്തി നിർഭരമായി. കൊടുങ്ങല്ലൂർ കോട്ടപ്പുറം രൂപത ചരിത്ര പ്രസിദ്ധമായ സമ്പാളൂർ തീർത്ഥാടന കേന്ദ്രത്തിൽ വിശുദ്ധന്റെ തിരുനാൾ ദിനത്തോടനുബന്ധിച്ച് രാവിലെ 5:30 വിശുദ്ധന്റെ കൂട് തുറക്കൽ ചടങ്ങ് നടന്നു. തുടർന്ന് വിശുദ്ധന്റെ തിരുസ്വരൂപം എഴുന്നള്ളിച്ചുകൊണ്ട് പള്ളിക്കകത്ത് പ്രദക്ഷിണം നടത്തി. കൊടുങ്ങല്ലൂർ കോട്ടപ്പുറം രൂപത ചരിത്ര പ്രസിദ്ധമായ സമ്പാളൂർ തീർത്ഥാടന കേന്ദ്രത്തിൽ ഇന്നലെ 8-ാം തീയതി വിശുദ്ധന്റെ തിരുനാൾ ദിനത്തോടനുബന്ധിച്ച് രാവിലെ 5:30 വിശുദ്ധന്റെ കൂട് തുറക്കൽ ചടങ്ങ് നടന്നു. തുടർന്ന് വിശുദ്ധന്റെ തിരുസ്വരൂപം എഴുന്നള്ളിച്ചുകൊണ്ട് പള്ളിക്കകത്ത് പ്രദക്ഷിണം നടത്തി. വർഷത്തിലൊരിക്കൽ നടക്കുന്ന ഈ വിശേഷപ്പെട്ട ചടങ്ങിൽ നാനാജാതി മതസ്ഥർ ഉൾപ്പെടെ അനേകം വിശ്വാസികളാണ് പങ്കെടുത്തത്. തുടർന്ന് പൊങ്കാല നേർച്ച, ആശീർവാദം എന്നിവ നടത്തി. 9:30 പൊന്തിഫിക്കൽ ദിവ്യബലി മുഖ്യ കാർമ്മികത്വം വഹിച്ചത് കോട്ടപ്പുറം രൂപത മെത്രാൻ അംബ്രോസ് പുത്തൻവീട്ടിലാണ്. റവറന്റ് ഫാദർ യേശുദാസ് ചുങ്കത്ത് CMI വചന പ്രഘോഷണം നടത്തി. റവറന്റ് ഡോക്ടർ ജോൺസൺ പങ്കെടുത്ത് റവറന്റ് ഫാദർ മാത്യു ഡിക്കുഞ്ഞ, റവറന്റ് ഫാദർ ബേസിൽ പാതുവ OCD, റവറന്റ് ഫാദർ റെക്സൺ പങ്കെടുത്ത് ഡീക്കൻ സെബിൻ എന്നിവർ സഹകാർമ്മികരായിരുന്നു. തുടർന്ന് പാളയംപറമ്പ് മാരാങ്കുഴി വഴി പ്രദക്ഷിണം നടത്തി. അത്ഭുത സാക്ഷ്യമായ വിശുദ്ധന്റെ നാടുകാണൽ പ്രദക്ഷിണം ഉച്ചയ്ക്ക് 2:30 കാടുകുറ്റിയിലേക്ക് ആഘോഷപൂർവ്വം നടത്തപ്പെട്ടു. 250ഓളം മുത്തുക്കുടകളും 100 കണക്കിന് പൊൻകുരിശുകളും വാദ്യമേളങ്ങളും 1000കണക്കിന് വിശ്വാസികളും അണിചേർന്ന പ്രദക്ഷിണം ഉണ്ണിമിശിഹാപ്പള്ളി അങ്കണത്തിലൂടെ കടന്ന് കാടുകുറ്റി ജംഗ്ഷനിൽ വെച്ച് റവറന്റ് ഫാദർ ഫ്രാൻസിൽ കുരിശിങ്കൽ വചന പ്രഘോഷണം നടത്തി. പുണ്യവാന്റെ ശേഷിപ്പ് വണങ്ങുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യം ഇതാണ്: കർത്താവിൻ്റെ വചനത്തെ സ്നേഹിച്ച ഒരു മഹാവിശുദ്ധനാണ് വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ. ലോകം മുഴുവനും കർത്താവിൻ്റെ വചനം പ്രഘോഷിക്കുവാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ട മഹാവിശുദ്ധൻ. പ്രിയപ്പെട്ടവരെ, ഈ ഡിസംബർ മാസം കത്തോലിക്ക സഭ ദൈവവചന പാരായണ മാസമായിട്ടാണ് ആചരിക്കുക. അതോടൊപ്പം തന്നെ നമ്മൾ ക്രിസ്മസിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ക്രിസ്മസ് ആഘോഷിക്കാൻ വേണ്ടി ഒരുങ്ങുമ്പോഴും ഈ തിരുനാൾ ആഘോഷിക്കുമ്പോഴും നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യം ഇതാണ്: കർത്താവിന്റെ വചനത്തിന്റെ മഹത്വവും അതിൻ്റെ ശക്തിയുമാണ്. വൈകിട്ട് 8 മണിയോടുകൂടി പ്രദക്ഷിണം ദേവാലയത്തിൽ എത്തിച്ചേരുകയും തുടർന്ന് വിശുദ്ധന്റെ തിരുസ്വരൂപം ആശീർവാദ കർമ്മത്തോടുകൂടി എടുത്തു വയ്ക്കുകയും ചെയ്തു. തുടർന്ന് 8:30 ഗാനമേള നടന്നു. 15-ാം തീയതി 8-ാം ഇടവും 22-ാം തീയതി 15-ാം ഇടവും നടത്തപ്പെടും.